എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഞാൻ പൂനെയിലായതുകൊണ്ട് തന്നെ ഒരുപാട് ശബ്ദശല്യങ്ങളും, പിന്നെ താമസം എയർപോർട്ടിനടുത്തായതുകൊണ്ട്, അതുപോലെ എയർഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് നമ്മൾ ചിന്തിക്കുന്നതിലുപരി ശബ്ദശല്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പം ചിലപ്പോൾ ഇടയ്ക്കെന്നായിരിക്കും ഈ ശബ്ദം വല്ലാതെ വരുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ പറ്റാതെ ആ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ആദ്യമൊക്കെ എടുക്കേണ്ടൊക്കെ അവസരങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പല പ്രാവശ്യം ചെയ്യുമ്പോൾ എന്നോട് നമ്മളെ മക്കൾ തന്നെ പറഞ്ഞു, അച്ഛൻ എന്തുകൊണ്ട് നോയിസ് ക്യാൻസലേഷനൊക്കെ ഉള്ള മൈക്ക് ഉപയോഗിക്കുന്നില്ല. പിന്നെ അവരുടെ വക അങ്ങനെ ഒരു മൈക്ക് തന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ സാധിച്ചത്. ഈ വീഡിയോ റെക്കോർഡ് നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോഴും നമുക്കൊരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം എനിക്ക് പലപ്പോഴും പറയാനുള്ളത്, നമ്മളൊക്കെ കുറേ മുതിർന്നവരാണ്. ജോലി ചെയ്തു ഇതിൽ റിട്ടയറായ ആളുകളുണ്ട്, ഇപ്പോഴും സർവീസിൻ്റെയൊക്കെ അവസാന ഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. റിട്ടയർ ആയവർ കുറച്ച് വർഷങ്ങൾ മാത്രം ബാക്കിയുള്ളത്. നമ്മൾ കുട്ടികൾ മുതിർന്നു, അവർ പഠിച്ചു, നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചു, അവർ ജോലിയൊക്കെ ആയിട്ട് ഒരുവിധം സെറ്റിലായ ആളുകളാണ്. അപ്പോൾ ഈ പഠിത്തത്തോടൊപ്പം അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നോളേജ് ഒരുപാടുണ്ട്. അപ്പം നമ്മളൊരിക്കലും, എൻ്റെ പ്രയാസം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ മക്കളോട് ഒരിക്കലും പല കാര്യങ്ങളും ചോദിക്കാറില്ല. ഇപ്പോൾ കമ്പ്യൂട്ടറിലോ മൊബൈലിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കും. അറിയില്ലെങ്കിൽ അറിയുന്ന പോലെ നടിച്ച് ജീവിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ മക്കളോട് ചോദിക്കില്ല. മക്കളോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എന്തോ അവർ മുമ്പിൽ വില കുറഞ്ഞതുപോലെയോ പിന്നെ താന്നു പോയതുപോലെയോ ഒക്കെ ഒരു ധാരണ. അപ്പോൾ അവർ മുമ്പിൽ ചെറുതാൻ പാടില്ല, എല്ലാം അറിയുന്നതിൽ കാത്തിരിക്കും. എങ്കിൽ നമ്മളൊന്നും അറിയുന്നുമില്ല. അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പുറമേ ചോദിക്കുന്നത് നല്ലത് നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. കാരണം അവർ നമ്മളെപ്പോലെയല്ല, ഒരുപാട് അഡ്വാൻസ് സ്റ്റഡി നടത്തിയവരാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ചും അതുപോലെ മൊബൈലിനെ കുറിച്ചും അതിൻ്റെ പല പല സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ വർക്കിംഗ് അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിലെന്തൊക്കെ ഫെസിലിറ്റി നമുക്ക് കിട്ടും, ഇതിനെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരാണ്. നമുക്കെവിടെ ഒരു അഭിമാന പ്രശ്നമാണ് അവരോട് ചോദിക്കാൻ. കുട്ടികളോട് ചോദിച്ചാൽ അവർ നമ്മളോട് സ്റ്റൈൽ കാണിക്കുകയോ പോസ് കാണിക്കുകയോ എന്നൊക്കെയുള്ളൊരു ധാരണയാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മളെ മക്കളൊക്കെ നമ്മളങ്ങനെ അവരോട് ചോദിച്ചു നോക്കുക, അവർക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ പല മക്കളെയും കണ്ടിട്ട് ചോദിച്ചാൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലായില്ലെങ്കിൽ അവർക്കും കുറച്ച് ഇറിറ്റേഷൻ വരും. ഇത് വെറുതെ ചോദിക്കുകയാണ്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അവരുടെ സമയവും സന്ദർഭവും അവരുടെ ജോലി തിരക്കും അവർ ഫ്രീ ആണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മളിത് അന്വേഷിക്കാൻ. അല്ലാതെ അവർ എന്തെങ്കിലും നല്ല ഒരു കാര്യത്തിന് മുഴുകിയിരിക്കുമ്പം ഓടിച്ചെന്ന് അവരോട് ചോദിക്കുമ്പോൾ ഒരു പറ്റി ഇറിറ്റേഷൻ വന്നു തരാം. ആദ്യം നമ്മൾ ഒരു ഗുരുവായിട്ട് അവരെ കാണാൻ ശ്രമിക്കണം. അവരുടെ പ്രായവും ഒക്കെ മറന്നിട്ട് അവരുടെ പഠിപ്പ്, അവരുടെ വിദ്യാഭ്യാസം ഒക്കെ കണക്കിലെടുത്തിട്ട്, അവരുടെ അറിവ് കണക്കിലെടുത്തിട്ട്, നമ്മുടെ പ്രായമോ നമ്മുടെ ചിലപ്പോൾ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ആളുകളായിരിക്കാം, നമ്മൾ വലിയ ഓഫീസറൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്കിത് ജീവിതത്തിൽ പ്രായോഗികമായിട്ട് അനുഭവപ്പെടാത്ത കാര്യമാകുമ്പോൾ തീർച്ചയായും അറിവുള്ളവർ ചോദിക്കാം. അത് നമ്മളെ മക്കളും ആവാം. അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഈ അത്യന്താധുനിക സൗകര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ തുറന്നു പറയാൻ ഒരു മടിയില്ല. ഞാൻ എൻ്റെ മക്കളോടാണ് ചോദിക്കാറ്. അവരാണ് എനിക്ക് പറഞ്ഞു തരാറ്, അച്ഛാ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ അച്ഛന് സൗകര്യവും, ഇത് ഡിലീറ്റ് ചെയ്യണം, ഇതിങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ ആ സാധനം എടുക്കാം. അവരങ്ങനെ പല പല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ യൂട്യൂബിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എനിക്ക് ഒരുപാട് സൗകര്യം കിട്ടി. അപ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം. നമ്മളെക്കാളും വളരുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും അറിവൊക്കെ വെച്ച് അവർ ചെയ്യുമ്പോൾ
തീർച്ചയായും ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാൻ പറ്റിയാൽ, അവരൊരു വ്യക്തിയായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ആ രീതിയിൽ റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവരും നമ്മെ ആ രീതിയിൽ കാണുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. പൊതുവേ ആൾക്കാർ പറയാറുണ്ട് വീട്ടിലാവും ഒരു മൂശേട്ടയാണ്, പക്ഷെ പുറമേ ഉള്ളവരൊക്കെ നല്ല അഭിപ്രായം പറയാം. കാരണം പുറമെയുള്ളവർ ആ റെസ്പെക്റ്റോടു കൂടിയും അവനാ ഒരു എന്താ പറഞ്ഞ ആ ഒരു മതിപ്പോടു കൂടി അവനോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിക്കും അവരോട് അതേപോലെ പെരുമാറാൻ സാധിക്കും. പക്ഷെ വീട്ടിലുള്ളവർ നമ്മളെ മക്കളായതുകൊണ്ട് നമ്മൾ അവരൊരു ലിമിറ്റിൽ കൂടുതൽ അങ്ങനെ കണക്കാക്കാൻ തയ്യാറില്ല. പിന്നെ നമ്മുടെ അഭിമാന പ്രശ്നവും അല്ലേ. അപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇത്രയും ഒരു സോഴ്സ് ഓഫ് നോളജ് ഉള്ളപ്പോൾ എന്തിനാണ് പുറമെ പോകുന്നത്? ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാര്യയുടെ ആയാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന മക്കൾ തന്നെയാണ്. അവർക്ക് ആ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക. കാരണം അവർക്ക് അറിവുണ്ട്. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അറിവുള്ളവർക്ക് വിട്ടുകൊടുക്കണം. എല്ലാം അറിയാമെന്നുള്ള ധാരണയോട് ചെയ്താൽ അത് അബദ്ധമാവുകയും നമുക്ക് പിന്നീട് പ്രശ്നമാവുകയും ചെയ്യും. അപ്പോഴും സോൾവ് ചെയ്യേണ്ടത് അവസാന പ്രശ്നം നമ്മൾ സമീപിക്കുന്ന അവരെയായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മുടെ പ്രോബ്ലം പറഞ്ഞാൽ അവർ വേണ്ടതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പം ആദ്യം നമ്മൾ വേണ്ടത് അവരുമായിട്ട് നല്ല അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആവശ്യങ്ങൾക്ക് മാത്രം സമീപിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവർ തഴയും അങ്ങനൊരു നിലപാട് ഒരിക്കലും നമ്മൾ എടുക്കരുത്. കുട്ടികൾക്ക് നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് മുതിർന്ന പൗരനാണ്, മുതിർന്ന വ്യക്തിയാണെന്നുള്ള അല്ലെങ്കിൽ നോളജബിൾ പേഴ്സൺ ആണെന്നുള്ള ആ റെസ്പെക്റ്റ് അവരെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അല്ലെങ്കിൽ നമ്മളെ മക്കളാണെന്നുള്ള ആ ഒരു പ്രത്യേക കൺസിഡറേഷനിൽ നമ്മളവർക്ക് ബഹുമാനം കൊടുത്തേ പറ്റും. അങ്ങനെ കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ അവർ തിരിച്ചും നമുക്ക് ആ റെസ്പെക്റ്റ് തരികയും നമ്മെ അംഗീകരിക്കുകയും നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യും. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പരസ്പര ധാരണയും പരസ്പര വിശ്വാസവും അവിടെ ഇല്ലെങ്കിൽ അത് മക്കളായാലും പുറമേയുള്ളവരായാലും ഒക്കെ നമുക്ക് ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു പരസ്പര ധാരണയോടെയും പരസ്പര വിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇനിയൊരു പുതിയ വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. സൈനിക സുരേഷ് പുനൂർ, പുനെ.